നൂറനാട് കാട്ടുപോത്തിറങ്ങി. കായംകുളം പുനലൂർ റോഡിൽ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിന്റെ മതിൽക്കെട്ട് അവസാനിക്കുന്നയിടത്താണ് കാട്ടുപോത്തിനെ കണ്ടത്. ഈ ഭാഗത്ത് കാട്ടുപന്നിയെ കാണാറുണ്ടെങ്കിലും കാട്ടുപോത്ത് എങ്ങനെ എത്തിയെന്നതാണ് അജ്ഞാതം. ഫോട്ടോഗ്രാഫറായ സന്തോഷ് ഫോട്ടോ വേൾഡാണ് കാട്ടുപോത്തിന്റെ വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. ചൊവ്വാഴ്ച വെളുപ്പിനെ 3:50 പറയംകുളത്തിന് കിഴക്ക് നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിന്റെ മതിൽ അവസാനിക്കുന്നയിടത്ത് KP റോഡിനരികിൽ കാട്ടുപോത്തിനെ കാണുകയായിരുന്നുവെന്ന് സന്തോഷ് പറയുന്നു. താനും സുഹൃത്ത് ഡേലൈറ്റ് ഷാജിയും കൂടി ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴാണ് കാട്ടുപോത്തിനെ കണ്ടത്. ടെലിഫോൺ എക്സ്ചേഞ്ചിന് കുറച്ച് കിഴക്ക് വശത്ത് മതിൽ ഇല്ലാത്തടത്തുകൂടി വടക്ക് വശത്തുള്ള പറമ്പിലേക്ക് ഇറങ്ങിപ്പോയി. കുറെ തെരുവ് നായ്ക്കൾ അതിന്റെ പിറകെയുണ്ട്. കാട്ടുപോത്ത് അല്പം പരിഭ്രാന്തിയിലാണ്. ആളുകൾ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണെന്നും ചിത്രം എടുത്തത് ഷാജി ഡേലൈറ്റ് ആണെന്നും സന്തോഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം സാനിറ്റോറിയത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ കാട്ടുപോത്തിനെ കണ്ടതുമായി ബന്ധപ്പെട്ട വിഷയം വനം വകുപ്പിനെയും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും അറിയിച്ചെന്നും സ്ഥലത്ത് പരിശോധനകൾ നടത്തിയെന്നും MS അരുൺകുമാർ MLA അറിയിച്ചു. ഏതായാലും കാട്ടുപോത്തിനെ യാതൊരു തരത്തിലും കാണാൻ കഴിയാത്ത ചെറിയ വനപ്രദേശം പോലും അല്ലാത്ത ജനവാസ കേന്ദ്രമായ നൂറനാട് ഭാഗത്ത് കാട്ടുപോത്തിനെ കണ്ടു എന്നറിയുന്നത് ജനങ്ങളിൽ നേരിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, നൂറനാട്.